നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ പരാതിയുമില്ല, ഇരകളുമില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരവേ മറുതന്ത്രങ്ങളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ്. എത്ര കാലം ഇനി വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുമെന്നുള്ള അവസ്ഥ, ഇനി അത് വേണ്ട, ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസും കൈക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഒരു വിഭാഗം അണികളുടെ വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് UDF നേതാക്കളിൽ ചിലർ വ്യക്തമാക്കിയതും. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവായ MM ഹസൻ പിന്തുണച്ച് രംഗത്തെത്തി. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമാണ് MM ഹസന്റെ പ്രതികരണം. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസ് എന്നും അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ഹസൻ കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ നേരിടും. നിയമസഭയിൽ വരണമോ എന്നത് MLAയുടെ തീരുമാനമാണ്. നിയമസഭയിൽ വരുന്നത് അവകാശമാണ്. ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല. എന്നാൽ മുകേഷ് MLAക്കെതിരായ കേസ് അങ്ങനെയല്ലെന്നും ഹസൻ പറഞ്ഞു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച 13 പരാതികളും മൂന്നാം കക്ഷികളുടേതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരാതികളിൽ ഭൂരിഭാഗവും ഇമെയിൽ വഴിയാണ് പോലീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. 1-2 പരാതികൾ മാത്രമാണ് നേരിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് മിക്ക പരാതികളും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വെളിപ്പെടുത്തലുകളിൽ യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്ര പരാതി ഉന്നയിച്ച യുവതിയിൽ നിന്നും വിവരം ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച് യുവതി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. എന്നാൽ ഇവർ മൊഴി നൽകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. രാഹുൽ മോശമായി പെരുമാറിയെന്ന റിനി ജോർജ്, അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. നിലവിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് DYSP L ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം മറുവശത്ത് പ്രതിഷേധം കടുപ്പിക്കുകയാണ് DYFI അടക്കമുള്ളവർ. MLAയുടെ രാജി ആവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ തടയുമെന്ന് DYFIയും BJPയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയ കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹാജരായില്ല. അടുത്ത ആഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. എന്നിട്ടും ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഇത്രയും കടുത്ത നടപടി ആവശ്യമില്ലായിരുന്നുവെന്ന് A ഗ്രൂപ്പ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. നടപടിയിൽ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തിയുണ്ട്. വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടി കടുത്തതാണെന്നും ആരോപണം അംഗീകരിച്ചതുപോലുള്ള സമീപനം CPMന് ആയുധമാണെന്നാണ് വിലയിരുത്തൽ. ഇതുവരെ രേഖാമൂലമുള്ള പരാതിയില്ലെന്നും A ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. എന്നാൽ നടപടി അനിവാര്യമായിരുന്നെന്നാണ് VD സതീഷിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നടപടിയിലൂടെ സാധിച്ചെന്നും സതീശൻ വിഭാഗം പറയുന്നു. സസ്പെൻഡ് ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവിനെതിരെ പോലും പ്രതിഷേധമുണ്ടായെന്നും നിയമസഭയിൽ രാഹുലിനെ സംരക്ഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരാതിക്കാരെ സൃഷ്ടിച്ച് വാർത്തയുണ്ടാക്കാൻ ശ്രമമെന്ന് വിമർശിച്ച് CPI വനിതാ നേതാവ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ ഡിവിഷണൽ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഫേസ്ബുക്കിലൂടെ പ്രതിഷേധ കുറിപ്പ് ഇട്ടത്. പരാതിയില്ലാഞ്ഞിട്ടും ഇരയാണോ എന്ന് ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു എന്നാണ് വിമർശനം. 2 മണിക്കൂർ കൊണ്ട് 3500ഓളം പേർ പോസ്റ്റ് ഷെയർ ചെയ്തു. തനിക്ക് പരാതിയൊന്നും ഇല്ലാതിരിക്കെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു. മാധ്യമങ്ങൾ ആളുകളുടെ പിന്നാലെ ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നത് സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷേ പരാതിക്കാരെ സൃഷ്ടിച്ച് വാർത്ത ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു കുറ്റകൃത്യമാണ്. ഇരകളെ മാത്രമല്ല, വ്യാജ ഇരകളെ സൃഷ്ടിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണം. നിയമത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ശ്രീനാദേവി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചതിലാണ് പ്രതിഷേധമെങ്കിലും പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ശ്രീനാദേവി ആക്രമിച്ചിട്ടില്ല.
2 മണിക്കൂർ കൊണ്ട് 3500ഓളം ആൾക്കാരാണ് പോസ്റ്റ് ഷെയർ ചെയ്തത്. എല്ലാ കോൺഗ്രസുകാരും CPI മുൻ ജില്ലാ സെക്രട്ടറിയെ നീക്കിയത് ശ്രീനാഥ് ദേവിയുടെ പരാതിയിലാണ്. ഇതോടെ വാഗ്ദാനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ശ്രീനാഥ് ദേവിക്ക് നഷ്ടമായി. നിലവിൽ CPIയിൽ നിന്ന് പദവികളില്ലാതെ പുറത്താകുന്ന സാഹചര്യവുമാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സഹായകമാകുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഏതായാലും ഇത്രയും ദിവസമായിട്ടും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടുള്ള ആ ഇരകളെയും ആ പരാതിക്കാരെയും ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അടക്കം വളരെ തിടുക്കത്തിലാണ് കേസന്വേഷണം ഏറ്റെടുത്തത്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലും രേഖാമൂലമുള്ള പരാതികൾ ഒന്നും തന്നെ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത്തരത്തിൽ ആരും മൊഴി നൽകിയില്ലെങ്കിൽ എന്തായിരിക്കും കേസിന്റെ തുടരന്വേഷണം എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിണറായി പോലീസിന് തന്നെയാണ് അത് നാണക്കേട്. അതും രാഹുലിന് ഉപകാരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.